തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധി വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം കഴിഞ്ഞ ദിവസം ഒരു ശസ്ത്രക്രിയ മാത്രമാണ് മുടങ്ങിയത്. DMEക്കോ സർക്കാരിനോ വിഷയത്തിൽ പരാതി ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ വിഷയത്തിൽ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനോ സർക്കാരിനോ പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇങ്ങനെയൊരു വിഷയം എൻ്റെ ശ്രദ്ധയിൽ ഇല്ല. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ആ രീതിയിൽ ഈ പ്രശ്നം എത്തിയിട്ടുമില്ല. DMEയുടെ മുന്നിലും അങ്ങനെ ഒരു വിഷയം, ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് ഒരു വിഷയം എത്തുന്ന നിലയിലേക്ക് ആ ഒരു വിഷയം എൻ്റെ മുന്നിൽ എത്തിയിട്ടില്ല. DMEയുടെ ശ്രദ്ധയിലും ഈ വിഷയമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് എന്നുള്ളത് അത് സമഗ്രമായിട്ട് നമുക്കൊന്ന് അന്വേഷിക്കാം. മെയ് മാസത്തിൽ യൂറോളജി വിഭാഗത്തിൽ 312 ശസ്ത്രക്രിയകൾ നടന്നതായി DME റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മുൻ മാസങ്ങളിലെ കണക്കുകളിലും വലിയ വ്യത്യാസമില്ല. കഴിഞ്ഞ ദിവസം 4 ശസ്ത്രക്രിയയാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. അതിൽ 3 ശസ്ത്രക്രിയകൾ നടന്നു. പ്രോബിന് പ്രശ്നമുണ്ടായതിനാലാണ് ഒരെണ്ണം നടക്കാതിരുന്നത് എന്നും മന്ത്രി പറഞ്ഞു. നമ്മളോട് സംസാരിക്കുന്നത് ഡേറ്റയാണല്ലോ. അപ്പോൾ മെയ് മാസത്തിലെ കണക്കിൽ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ 312 ശസ്ത്രക്രിയ നടന്നിട്ടുള്ളതായിട്ടാണ് DME നൽകിയ റിപ്പോർട്ട്. അതിനു മുൻപുള്ള മാസങ്ങളിലെ കണക്കും ഏതാണ്ട് വലിയ വ്യത്യാസങ്ങളില്ലാതെയാണ് കണ്ടിട്ടുള്ളത്. ഇന്ന് DMEയുടെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ സാധാരണ ഒരു ദിവസം 4 ശസ്ത്രക്രിയയൊക്കെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഇന്നലെ 3 ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ഒരു ശസ്ത്രക്രിയ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ വിശ്വനാഥൻ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊരു പ്രോബിൻ്റെ കേടുപാടുണ്ടായി എന്നുള്ളതുകൊണ്ട് ആ ശസ്ത്രക്രിയ നടന്നില്ല എന്നുള്ളതാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലെ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ എന്നും പോസ്റ്റ് പിൻവലിച്ചടക്കമുള്ള കാര്യങ്ങളിൽ ഡോക്ടറോട് ചോദിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി.